ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആശ്വാസനാദം എന്ന ശുശ്രൂഷയുടെ 61-ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻഫലം എന്നിവയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതായ വചനം യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. യെശയ്യാ പ്രവചനം 55:13. മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. ഇവിടെ ചിലതിങ്ങനെ പകരം വയ്ക്കുകയാണ്. എന്തൊക്കെയാണ് പകരം വയ്ക്കുന്നത്? മുള്ളിന് പകരം. എന്താ ഈ മുള്ളെന്തുവാ? മുള്ള് നമ്മൾ മുറിപ്പെടുത്തുന്ന അല്ലേ? മുറിപ്പെടുത്തുന്ന വാക്കുകൾക്ക് പകരം, മുറിപ്പെടുത്തുന്ന പ്രവൃത്തികൾക്ക് പകരം, മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് പകരം, വേദനിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, മനം മടുപ്പിക്കുന്ന ഇടപാടുകൾക്ക് പകരമായിട്ട് ദൈവം ചിലതിനെ ചെയ്യാൻ പോവുകയാണ്. മറ്റുള്ളവരിങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. വാക്കുകളുടെയും പ്രവർത്തികളിലൂടെയൊക്കെ മനസ്സ് മടുപ്പിക്കുന്ന അനുഭവം അല്ലാതെ പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം ഈ മുള്ളിനാൽ ഞരങ്ങിയിരിക്കുക. എങ്ങോട്ട് തിരിഞ്ഞാലും ഉൾക്കാട്ടിൽ പോയിട്ടുണ്ട്. നിങ്ങൾ മുൾപടർപ്പുള്ള കാടുകളിൽ പോയിട്ടുണ്ടെങ്കിൽ. ഞാൻ എൻ്റെ സെമിനാരി പഠനം തമിഴ്നാട്ടിലായിരുന്നു. അവിടെ ആ ക്യാമ്പസ് ഒരു 250 ഏക്കർ സ്ഥലമുണ്ടായിരുന്നു. അതിൻ്റെ വെളിയിൽ 100 കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ ഇങ്ങനെ മുൾപടർപ്പ് പോലെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഒരാൾക്ക് നിമിർന്ന് നടക്കാവുന്നതും അല്ലെങ്കിൽ അല്പം കുനിഞ്ഞ് നടക്കാവുന്നതുമായ ഈ മരച്ചോടുണ്ട്. എന്നാൽ നമ്മൾ പുറമെ നോക്കി കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെ പരന്ന് കാടുകൾ പിടിച്ച് കിടക്കുകയായിരിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി പോകുമ്പോൾ കഴിഞ്ഞാൽ അങ്ങനെ ഏകദേശം ഒരാൾക്ക് പൊക്കം വരെ ഉള്ള സ്ഥലങ്ങൾ വലിയ കാടുകളില്ല. പക്ഷെ ഇങ്ങനെ അതിങ്ങനെ മരം ഇങ്ങനെ മുകളിലേക്ക് നിൽക്കും, ഇങ്ങനെ കൂടാരം പോലെ ഇങ്ങനെ മുൾപടർപ്പ് പങ്കെടുക്കുകയും ചെയ്യും. അങ്ങോട്ട് കയറി ഇറങ്ങുകയും ചെയ്യുമ്പോഴൊക്കെ മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ മുള്ളു കുത്തും. അവരെ മുള്ളിങ്ങനെ നിലത്ത് വീണ് എടുക്കും. ചവിട്ടുമ്പോഴും മുറിപ്പെടുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ മുറിപ്പെടുത്തുന്ന ഈ അനുഭവങ്ങൾക്ക് പകരമായിട്ട് ദൈവം പറയാം, ഞാൻ മറ്റു ചിലതിനെ മുളപ്പിക്കും. മുറിവുകൾക്ക് പകരമായി ദൈവം ആശ്വാസത്തെ മുളപ്പിക്കുക, സന്തോഷത്തെ മുളപ്പിക്കുക, സമാധാനത്തെ മുളപ്പിക്കുക. അവിടെ വായിച്ചിങ്ങനെ മുള്ളിന് പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായിരിക്കും. അത് ദൈവത്താൽ സംഭവിക്കുന്നതായതുകൊണ്ട് അത് യഹോവയ്ക്ക് കീർത്തിയായി ദൈവനാമ മഹത്വമായി സംഭവിക്കും. തന്നെയല്ല, അത് നിലനിൽക്കുന്ന സന്തോഷമായിരിക്കും. ശാശ്വതമായൊരു അടയാളമാണ്. മുള്ളുകൊണ്ട് വലിച്ചെടുത്ത് പെട്ടെന്നുള്ള വേദന മാത്രം ആ ഒരു ഇതല്ല, ശാശ്വതമായ ഒരടയാളം. കഴിഞ്ഞ കുറേ നാളുകളായി
നീ മുറിപ്പെടുത്തുന്ന അനുഭവത്തിലായിരിക്കുക, മുറിവേറ്റ് പടഞ്ഞുകൊണ്ടിരിക്കുക, മറ്റുള്ളവരുടെ വാക്കുകളാൽ പ്രവർത്തികളാൽ നീ മുറിവേറ്റ് പടഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം പറയുക, കുഞ്ഞേ, ഞാൻ നിൻ്റെ ഈ മുറിവുകൾക്ക് പകരമായിട്ട് ആശ്വാസം പകരും, സമാധാനം പകരും, സന്തോഷം പകരും, ഈ ദാരിദ്ര്യത്തിന് പകരം ഞാൻ അഭിവൃദ്ധി പകരും, ഈ രോഗത്തിന് പകരം ഞാൻ ആരോഗ്യം പ്രദാനം ചെയ്യും. എന്നെ മുറിപ്പെടുന്ന അനുഭവങ്ങൾ ഏതാണോ ആ അനുഭവങ്ങൾക്ക് പകരമായിട്ട് സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധി നൽകുമെന്ന് ദൈവത്തിന് വചനം നിന്നെ ഓർമ്മിപ്പിക്കുക. യെശയ്യാപ്രവചനം 41 അധ്യായം 19 വാക്യം പഠിക്കുമ്പോൾ, ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചു പിടിപ്പിക്കും. മുൾക്കാടുകളാൽ, വേദനയുടെ അനുഭവങ്ങളാൽ, നിരാശയുടെ അനുഭവങ്ങളാൽ, നെടുവീർപ്പുകളാൽ നീ ആയിരിക്കുമ്പോൾ ദൈവനം പറഞ്ഞ കുഞ്ഞെ, നമ്മുടെ ദൈവമാരാണ്. ആ തലങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് ദൈവം ചിലത് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ വെച്ചു പിടിപ്പിക്കുന്നതാണ്, ദൈവം വെച്ച് പിടിപ്പിക്കുന്ന. ദൈവം തുടങ്ങിയാൽ ദൈവം വെച്ച് പിടിപ്പിച്ച് പിന്നെ ആർക്കെങ്കിലും വെട്ടിക്കളയാൻ പറ്റുമോ? എൻ്റെ നന്മകളെ തടസ്സപ്പെടുത്തിയ ആളുകളുണ്ട്, എൻ്റെ പ്രൊമോഷനെ തടഞ്ഞ വ്യക്തികളുണ്ട്, എനിക്ക് ലഭിക്കേണ്ട നന്മയും അവകാശവും നഷ്ടപ്പെടുത്തിയ ആളുകളുണ്ട്. ഉയർച്ചയ്ക്കുള്ള വഴി തുറന്നു കിട്ടിയതായിരുന്നു. ചിലരുടെ വാക്കുകളാൽ നിനക്ക് ആ വഴി അടയപ്പെട്ടു, വാതിലടയപ്പെട്ടു. നിരാശപ്പെട്ടു പോകുകയൊന്നും വേണ്ട, നഷ്ടപ്പെടുന്നവിടുന്ന് വിലപിക്കുകയും വേണ്ട. ദൈവം ചിലത് വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. ദൈവം വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. നോക്കി, നമ്മുടെ നാട്ടിൽ ഒക്കെ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുമ്പോഴേ തന്നെ മുളച്ച് ഒരുപാട് അവിടെ നിൽക്കുന്നുണ്ടാവും. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ മെനക്കെടുന്ന് വരില്ല. എന്നാലേ നമ്മളൊരു ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വെള്ളം ഒഴിക്കാനും വളമിടുവാനൊക്കെ ആയിട്ട്. എൻ്റെ ഭാര്യ ഈ പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്ന പുള്ളിക്കാരിയാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ പുള്ളിക്കാരിങ്ങനെ പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ വലിയ ഉത്സാഹം. എവിടെ കണ്ടാലും അതിൻ്റെ വിത്തോ കമ്പോ ഒക്കെ ഉണ്ടെന്നിങ്ങനെ വീട്ടിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതിനെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും പുല്ല് കുറച്ച് കളയുകയും ഒക്കെ അതുങ്ങൾ വളരാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കി കൊടുക്കും. അപ്പോൾ നമ്മളൊരു സംഭവം വെച്ചു പിടിപ്പിച്ചാൽ അതിനെ വളരുവാനുള്ളതായ സാഹചര്യങ്ങൾ, അനുകൂലമായ ഘടകങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുമെങ്കിൽ നമ്മൾ ദൈവം പറയുക, ഞാൻ ചിലതിനെ വെച്ച് പിടിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവം ചിലത് വെച്ച് പിടിപ്പിച്ചാൽ നിശ്ചയമായിട്ട് വളരുവാനിടയായിത്തീരും. നമുക്ക് നാളുകളിലെ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഫലങ്ങൾ തരുവാനിടയായിത്തീരും. യെശയ്യാപ്രവചനം 60 അധ്യായം 13 വാക്യം നമ്മൾ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, എൻ്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഞാൻ ഭംഗി വരുത്തുവാൻ. ഹല്ലേലൂയ. എവിടെയാണ് ഭംഗി വരുത്തുന്നത്? എൻ്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഞാൻ ഭംഗി വരുത്തും. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ സെക്ഷൻ സൂചിപ്പിച്ച കാര്യമുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ മന്ദിരങ്ങളാ. നാം ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണെങ്കിൽ ദൈവം ചെയ്യുമ്പോൾ നമ്മെ ഭംഗി വരുത്തും. ദൈവത്തിൻ്റെ മന്ദിരമുള്ള സ്ഥലത്ത് ദൈവം ഭംഗി വരുത്തും. പിന്നെ ആരെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചാലും, ആരെല്ലാം തകർക്കുവാൻ ശ്രമിച്ചാലും, ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചാലും ദൈവം തന്നെ എന്ത് ചെയ്യും? ഭംഗി വരുത്തിക്കൊണ്ടേയിരിക്കും, ഇതിനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, നിനക്ക് അവൻ അഭിവൃദ്ധി തന്നുകൊണ്ടേയിരിക്കും. എൻ്റെ വിശുദ്ധ മന്ദിരമുള്ള സ്ഥലത്തിന് ഭംഗി വരുത്തുവാൻ ലെബനോൻ്റെ മഹത്വവും സരളവൃക്ഷവും പൈനും പുന്നയും ഒരുപോലെ എൻ്റെ അടുക്കൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ പാദസ്ഥാനത്തെ മഹത്വീകരിക്കും. നമ്മളിലൂടെ ദൈവനാമം മഹത്വപ്പെടുമാറ് ദൈവപ്രവർത്തനത്തിൽ വെളിപ്പെടുമെന്ന് ദൈവവചനത്തിലൂടെ ദൈവാത്മാവോട് സംസാരിക്കുക. എഫെസ്യ ലേഖനം 3 അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 20 വാക്യം 21 വാക്യം നമുക്കറിയാം. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്ത ദൈവം. നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തപരമായിട്ട് അങ്ങനെ വിശുദ്ധ മന്ദിരത്തെ ഭംഗി വരുത്തുമ്പോൾ, ആ മുള്ളിന് പകരമായിട്ട് ചിലതെല്ലാം മുളപ്പിക്കുമ്പോൾ, നമ്മൾ വേദനിപ്പിച്ച അനുഭവങ്ങൾക്ക് പകരമായി ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ
നമ്മൾ ചോദിച്ചതിനേക്കാളും നനച്ചതിനേക്കാളും വലിയ കാര്യങ്ങളായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ദൈവം നമുക്കിവിടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ ചില മുറിപ്പെടുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തും. വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിലെ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾക്ക് ദൈവം മാറ്റം വരുത്തുന്നതാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മളിത് സംഭവിക്കുന്നത് വിശ്വസിക്കണം. സാഹചര്യങ്ങൾ എന്തും പറയട്ടെ, ഇത് മുഴുവൻ മുള്ളാണ്, മുറിപ്പെടുന്ന അനുഭവങ്ങളാണ്, നിരാശയുടെ അനുഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞ അനുഭവങ്ങളെല്ലാം ഉണ്ടാകും. പക്ഷെ പറഞ്ഞാൽ എൻ്റെ ദൈവം ഈ മുള്ളുകൾക്ക് പകരമായി മറ്റു ചില മുളപ്പിക്കേണ്ട വിചാരിക്കുന്നു. ഇതിലൊരു വാക്യങ്ങൾ വായിച്ച് നീ ചിന്തയ്ക്ക് വിരാമം ഇടാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവചനം 61-ാം അധ്യായം 3-ാം വാക്യം പഠിക്കുമ്പോൾ, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദതൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മലാടയും കൊടുപ്പാൻ അവൻ അന്വയിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനത്തിൻ്റെ, തൻ്റെ ദൗത്യത്തിൻ്റെ ഉദ്ദേശം പറയുക എന്തൊക്കെയാണ്? സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖവും സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വെണ്ണീരിൽ പോയിരിക്കും, ചാക്കിച്ചീല കൊടുത്തിട്ട്. അവരുടെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ്. കർത്താവചനം പറയാം, ആ വെണ്ണീരിന് പകരം ഞാൻ ചെയ്യാൻ പോവുക, അലങ്കാരമാല ഒരുക്കാൻ പോവുകയാണ്. ദുഃഖത്തിന് പകരം ഞാൻ ആനന്ദതൈലം ഒരുക്കാൻ പോവുകയാണ്. വിഷൻ്റെ മനസ്സിന് പകരം ഞാൻ ചെയ്യാൻ പോവുകയാണ്, സ്തുതി എന്ന മേലാട എടുക്കാൻ പോകുക. പ്രിയപ്പെട്ടവരെ, അവൻ ചിലത് നിൻ്റെ ജീവിതാനുഭവങ്ങൾ മുളപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്തിനു പകരമായിട്ട്? ദുഃഖത്തിന് പകരമായിട്ട്, സങ്കടത്തിന് പകരമായിട്ട്, പരിതാപകരമായ അവസ്ഥയ്ക്ക് പകരമായിട്ട് കർത്താവ് ചില കാര്യങ്ങളെ മുളപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിക്കുന്ന ചേർന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുകയില്ല, എന്നും കൊന്നും ഇങ്ങനെയായിരിക്കും, ഞാൻ കൊടുങ്ങൂടെ അവസാനിക്കും, അങ്ങനെയൊന്നും പറയരുത്. എൻ്റെ ദൈവത്താലൊരു മാറ്റം ഉണ്ടാകുമെന്ന് പറയണം. എൻ്റെ ദൈവത്താലെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവമായിട്ടൊരു ബന്ധം കൂടെ ഉണ്ടാകണം. ദൈവമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം, നിശ്ചയമായ ദൈവാവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. നാളുകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ സന്തോഷിപ്പാൻ ദൈവം നമുക്ക് അവസരമൊരുക്കും. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, തന്ന സന്ദർശനായ സ്തോത്രം ചെയ്യുന്നു. മുറിവേറ്റ് പടയുന്ന ഈ പ്രവൃത്തികളെ കാണുന്നല്ലോ. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കടഭാരത്താൽ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, ഉപജീവനമാർഗത്തിന് വഴിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് നിവൃത്തിയില്ലാത്തവരുണ്ട്, പിതാവേ നിങ്ങൾ വിവാഹം കഴിച്ച് അയക്കാനായിട്ട് നിവൃത്തിയില്ലാത്തവരുണ്ട്, വിവിധ നിലകളിൽ കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ കഷ്ടയുടെ അനുഭവങ്ങൾ മാറ്റം വരുത്തിയിട്ട് ഒരു സമൃദ്ധിയും ഒരു അനുഗ്രഹവും സന്തോഷവും നീ അവർക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിലവിളിയോടുകൂടി നിന്നോട് പ്രാർത്ഥിക്കുന്ന ജനത്തെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ സമാധാനം അനുഭവിക്കുന്നത് കാണുവാൻ, സന്തോഷം അനുഭവിക്കുന്നത് കാണുവാൻ, ഉയർച്ച അനുഭവിക്കുന്നത് കാണുവാൻ സ്വയം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങനെ ചെയ്ത വലിയ കൃപയ്ക്കായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ സന്ദേശം കേൾക്കുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവിക പുരോഗതിയും ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഉയർന്നു വരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കണേ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. നിങ്ങൾ ശുശ്രൂഷയോടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.